ഹായ് ഓൾ. ഇന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ എടുത്തത്. നമ്മൾ പലതരത്തിലുള്ള കൺവെൻഷനുകൾ കൂടാറുണ്ട്, സെമിനാറുകൾ കൂടാറുണ്ട്, സഭായോഗങ്ങൾ കൂടാറുണ്ട്, ക്യാമ്പുകൾ കൂടാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഓരോ തവണയും പങ്കെടുക്കുന്തോറും നമ്മൾ ഓരോ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ട്. ഒരുപക്ഷെ ഒരേ തീരുമാനങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുക. ഞാൻ ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല, നാളെ മുതൽ ഞാൻ നന്നായിക്കോളാം ദൈവം, ഇന്ന് മുതൽ ഞാൻ നന്നായിട്ട് ജീവിക്കാൻ പോകുക. ഇന്നലെ വരെ ഞാൻ പലപ്പോഴും ദൈവത്തോട് പറ്റിച്ച്, അല്ലെ ദൈവം എന്നോട് പറഞ്ഞ രീതിയിലല്ല ഞാൻ ദൈവത്തോട് കൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എനിക്ക് നടന്നു പോകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള മാനസാന്തരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പല ക്യാമ്പുകളിൽ, കൺവെൻഷനുകളിൽ പലതരത്തിലുള്ള ചിന്തകൾ നമ്മൾ കടന്നു വരാം. ഇന്നും അപ്രകാരമുള്ളൊരു കൺവെൻഷൻ സെൻറ്ററിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. AGയുടെ ജനറൽ കൺവെൻഷൻ, മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ടാണ്. ഇതിൻ്റെ കൺവെൻഷൻ്റെ തീം എന്ന് പറയുന്നത് ബാക്ക് ടു ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ഇതാണോ മാനസാന്തരം? നമ്മൾ ഒരിക്കൽ മാനസാന്തരപ്പെട്ടു ക്രിസ്തുവിലേക്കായി വീണ്ടും ക്രിസ്തുവിലേക്ക് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ നമ്മൾ ക്രിസ്തീയ സമൂഹം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ബാക്ക് ടു ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ഈ തീമിൻ്റെ തന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം എന്താണ് മാനസാന്തരം? പലപ്പോഴും പലരും എന്നോട് പറഞ്ഞിരിക്കുന്ന, അല്ലെ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ മാനസാന്തരപ്പെടണം, നീ ഇങ്ങനെ നടന്നാൽ പോലെ നീ മാനസാന്തരപ്പെട്ട് മാറി വരണം. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ബൈബിൾ അർത്ഥമാക്കുന്ന മാനസാന്തരം എന്താണ്? ദിനം പ്രതി മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ദിനം പ്രതി മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. അത് നമ്മുടെ പാപത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതല്ല. ഒരിക്കൽ പാപത്തിലായിരുന്നു നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. വീണ്ടും നമ്മൾ പാപത്തിലേക്ക് പോകത്തില്ല എന്നുള്ളതല്ല. പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന് മാനസാന്തരത്തിൻ്റെ അവസ്ഥ ദൈവം ഓരോരോ കൃപായുഗത്തിൽ ദൈവം നൽകിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്നോട് പറയുന്ന മാനസാന്തരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സഭകൾ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ള കാര്യവും മനസ്സിലാകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ കൽപ്പന അനുസരിച്ച്, ദൈവീയ കൽപ്പന അനുസരിച്ച് നടക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഓരോ കൺവെൻഷനുകൾ കഴിയുമ്പോഴും, ഓരോ ക്യാമ്പുകൾ കഴിയുന്തോറും നമ്മൾ എടുക്കുന്ന തീരുമാനം, ദൈവം ഞാൻ ഇന്നതുപോലെ ഇനി ജീവിക്കത്തില്ല, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനായി തീരുന്നു. ഈ പുതിയ മനുഷ്യനെയാണ് രൂപാന്തരം അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ക്യാമ്പുകളിലും പണ്ടെടുത്ത തീരുമാനം തന്നെ വീണ്ടും എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വീണ്ടും നമ്മൾ ആ പാപത്തിൽ തന്നെ കമ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിൽ കമ്മിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ ദൈവമേ ഇന്ന് വരെ ഞാൻ ജീവിച്ച ജീവിതമല്ല, ഇനി മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വചനത്തിന് അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ, ദൈവമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനുള്ളൊരു മാനസാന്തരം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത പാപം വീണ്ടും വീണ്ടും ചെയ്ത് മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരാനല്ല ദൈവമേ, ഞാൻ ഇന്ന് വരെ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിച്ച് ഇനി മുതൽ ദൈവമായി കൂടുതൽ അടുത്ത് ജീവിച്ച് ഞാൻ ഇനി പാപത്തിലേക്ക് പോകാതെ ദൈവത്തിലേക്ക് അടുക്കുന്ന തരത്തിലുള്ളൊരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരേക്കും ഉണ്ടാകും. ബാക്ക് ടു ക്രൈസ്റ്റ്. പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ മാനസാന്തരപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ചിരിച്ചു കളിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ നടക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പലരുടെയും അതിക്രമങ്ങളെ അല്ലെങ്കിൽ അനീതികളെ ചൂണ്ടിക്കാണിച്ച് അവരോട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്നല്ല, പല പാസ്റ്റർമാരും പലരും എന്നോട് പറയാറുണ്ട്, നീ മാനസാന്തരപ്പെടും. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പഴയ മനുഷ്യനെ അറിയാത്തൊരു വ്യക്തിയാണ് എന്നോട് പലപ്പോഴും നീ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ നിഗമനം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദിനം പ്രതി മാനസാന്തരപ്പെടുന്ന വ്യക്തി, ഇന്ന് ഞാനൊരു വ്യക്തിയോട് ഞാൻ എപ്രകാരം ജീവിച്ചോ, അല്ലെങ്കിൽ എപ്രകാരം ഞാൻ ഒരു വ്യക്തിയോട് ചൂടായി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ എൻ്റെ രാത്രിയിൽ പേഴ്സണൽ ലൈഫിൽ ഞാൻ
പ്രാർത്ഥിച്ച് അതിന് ദൈവം ഞാനത് പറഞ്ഞ് തെറ്റാണെന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ അതിനെ മാനസാന്തരപ്പെട്ട് നാളെ ആ വ്യക്തി എൻ്റെലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അവസരം അതേ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പം അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ എന്നൊരു വ്യക്തി നമുക്ക് പലപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ വാഹനത്തിൽ കടന്നു പോകുന്ന സമയത്ത്, ബൈക്കിലോ യാത്രയിലോ കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ നിന്നൊരു വാഹനം കയറി ഓവർടേക്ക് മറ്റൊരു ഭാഗത്ത് ഓവർടേക്ക് ചെയ്തോ നമ്മൾ അടുത്ത് ഇടിക്കേണ്ട രീതിയിലാകുമ്പോൾ നമ്മുടെ ദേഷ്യത്തോ എവിടെ നോക്കിയാടാ പോകുന്നത്, എങ്ങോട്ട് നോക്കിയാടാ പോകുന്നത്, ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്തിട്ട് നാളെ ഞാൻ ഇന്ന് രാത്രി പോയിട്ട് ദൈവമേ ഞാനും അതുപോലെ പോകാറുണ്ടല്ലോ, എന്നിട്ട് അവർ ചെയ്ത ആ ഒരു അവസ്ഥയ്ക്ക് ഞാൻ എന്തിനാ അവരെ തെറി പറയണം, അവരോട് ചൂടാവേണ്ട അവസ്ഥ എന്നാണ്, എന്നോട് ക്ഷമിക്കണമേ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊരു മാനസാന്തരം വന്നു. വീണ്ടും നാളെ അതേ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം അതിനെ ആ ചൂടാവതിലേക്ക് ഓവർകം ചെയ്യാൻ അവർക്കും തിരക്ക് പോകാനുണ്ടാവുമല്ലോ, അതിന് ആ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഓരോരുത്തരോടും ഇന്ന് ചെയ്ത തെറ്റിനെ മാനസാന്തരത്തിലൂടെ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ശക്തി പകരണമേ. ഞാനൊരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ബാക്ക് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ആ പാപം ചെയ്യത്തില്ല. ദൈവത്തിലേക്ക് ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ ശക്തനാണെന്നുള്ളൊരു ബോധത്തോട് ജീവിക്കാൻ എന്നെ സഹായിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ക്രിസ്തു നിങ്ങളെ ഡ്രൈവ് ചെയ്യുവാൻ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കളർഫുള്ളായിരിക്കും, ആഘോഷകരമായിരിക്കും, സന്തോഷപരമായിരിക്കും, സമാധാനപരമായിരിക്കും. ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.